ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നയനയും ആദർശിനെയാണ്. അങ്ങനെ നമ്മുടെ നയന ആദർശിനോട് പറയുക, ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ സത്യം ഉള്ള കാര്യങ്ങളൊക്കെ തന്നെയാ, അതുകൊണ്ട് ദൈവം നമ്മുടെ കൂടെ നിൽക്കത്തുള്ളൂ, ദൈവം ഒരിക്കലും നമ്മളെ കൈവിടില്ല, അതെനിക്ക് ഉറപ്പാ ആദർശേട്ടാ, നമ്മളാർക്കും തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പം നമ്മുടെ ആദർശം പറഞ്ഞു, അതേ നയന, എനിക്കും ആ ഒരു വിശ്വാസമാണ് ഉള്ളത്. അയ്യപ്പന്റെ അടുത്ത് ചെല്ലുമ്പം എനിക്ക് കണ്ണടച്ച് നിന്ന് പറയാം, വേറെ ഒന്നും നോക്കാതെ പറയാം, എന്റെ നയന നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ നയനയും അമ്മയും ഒന്നിപ്പിക്കണം, നിനക്ക് വിഷമം ഉണ്ടാവുന്ന കാര്യങ്ങളൊന്നും നടത്തരുത് എന്ന് അയ്യപ്പൻ അത് കേൾക്കുകയും ചെയ്യും, അതും എനിക്ക് നന്നായിട്ട് അറിയാന്നൊക്കെ പറഞ്ഞു. ഈ സമയത്താണ് നമ്മുടെ കനകദുർഗ അകത്തേക്ക് കയറി വരുന്നത്. ഗോവിന്ദനെ എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ടാണ് കേട്ടോ നമ്മുടെ കനകദുർഗ അകത്തേക്ക് കയറി വരുന്നത്. കനകദുർഗ കയറി വന്നതും ആദർശ് ചോദിച്ചു, അല്ല അച്ഛൻ പോയോ അമ്മയെന്ന്. അപ്പം നമ്മുടെ കനകദുർഗ പറഞ്ഞു, അത് പിന്നെ ഒരു കണക്കിനാ എന്റെ പൊന്നുമോനെ, ഞാന് അയാളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടത്, എന്ത് ചെയ്താ പോവില്ലായിരുന്നു, എന്തൊക്കെയോ പറയായിരുന്നു. എന്തെങ്കിലും ആകട്ടെ, അദ്ദേഹത്തിന്റെ കാര്യം അറിയാലോ. അപ്പൊ നമ്മുടെ നയനയും പറഞ്ഞു, പാവം അച്ഛന് എന്തെങ്കിലും പ്രഷർ താങ്ങാൻ പറ്റില്ല, അങ്ങനെ വല്ലതും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ്റെ ജീവൻ തന്നെ പോകും, എൻ്റെ അച്ഛൻ്റെ ജീവൻ പോയാൽ അതൊക്കെ ഞങ്ങളുടെ ജീവൻ പോകുന്നതിന് തുല്യമാകും, അതുകൊണ്ട് ആദർശേട്ടാ ഈ കാര്യം പറയരുത്, അറിയരുത് എന്ന് പറയുന്നത്, നമ്മൾ ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പ്രാണനല്ല വേറെ എന്തും കൊടുക്കണം, അങ്ങനെയാ നമ്മൾ ചെയ്യേണ്ടത്, എൻ്റെ അച്ഛൻ്റെ ജീവൻ രക്ഷിക്കാൻ ഇതൊക്കെ ഇനിയിപ്പോൾ ചെയ്യാനുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ആദർശ് ചോദിച്ചു കനകദുർഗയോട്, അല്ല ക്ലൈം അല്ലെങ്കിൽ പിന്നെ ഇൻഷുറൻസ് അങ്ങനെ എന്തെങ്കിലും വല്ലതും അച്ഛന്റെ പേരിൽ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. നിങ്ങൾ ആരുടെയെങ്കിലും പേരിൽ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. പറഞ്ഞു, ഇല്ല മോനെ, അതിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. ആര് പറഞ്ഞു അതിന്റെ ആവശ്യമില്ലെന്ന്? സാധാരണ 1 ലക്ഷം 2 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ഒക്കെയാണ് എല്ലാവരും എടുക്കുന്നത്. പക്ഷേ ഇത് ഞാൻ ചെയ്തു തരുന്ന ഒരു ഉപകാരമായിട്ടൊന്നും കാണരുത്, അതുമല്ല പ്രത്യുപകാരമായിട്ടും കാണരുത്. ഞാൻ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, ഒരു 1 കോടി രൂപയുടെ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്, അതിന്റെ പൈസ എല്ലാം ഞാൻ അടച്ചേക്കാം. എന്താ ആദർശ് മോനെ, അതിന്റെ കാര്യം വല്ലതും ഉണ്ടായിരുന്നോ? അതിന്റെ കാര്യമുണ്ട്. ഒരു സർജറി അച്ഛന് നടത്താതിരുന്നതിന്റെ പ്രധാന കാരണം നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലാഞ്ഞിട്ടാ, അതെനിക്ക് നന്നായിട്ട് അറിയാം. അയ്യോ മോനെ, അതുകൊണ്ടൊന്നുമല്ല, പൈസ ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, അദ്ദേഹത്തിന് ഈ ഓപ്പറേഷനും കീറി മുറിക്കാന്നൊക്കെ പറഞ്ഞാലേ ഭയങ്കര പേടിയാ, അതുകൊണ്ടാ. അതെന്തെങ്കിലും ആയിക്കോട്ടെ, ഏതായാലും ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യും. നയന, നീയും ഒരിക്കലും കരുതരുത്, ഇത് പ്രത്യുപകാരമാണെന്ന്, എനിക്കത് മാത്രമേ പറയാനുള്ളൂ. ഇനിയിപ്പം നീ കരള് തന്നിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നും വീടൊക്കെ നിങ്ങൾക്ക് എടുത്തു തരുന്നതെന്നൊക്കെ നിങ്ങൾ അങ്ങനെ മനസ്സിലെങ്കിലും വിചാരിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അത് മാറ്റിക്കോ. അതുകൊണ്ടൊന്നുമല്ല നയനെ, നിന്നോടുള്ള സ്നേഹം കൊണ്ടും നിന്റെ വീട്ടുകാരോടുള്ള ബഹുമാനം കൊണ്ടും ഒക്കെ ഞാനിത് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ആദർശ് അങ്ങ് ഇറങ്ങിപ്പോയിട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ കനകദുർഗ പറഞ്ഞു, മോളെ, ആദർശ് മോൻ പറഞ്ഞത് ശരിയാ, അന്ന് ബൈപ്പാസ് സർജറി നടത്താതിരുന്നത് എന്താണെന്ന് അറിയാമോ? അത് വേറൊന്നുമല്ല, നമ്മുടെ കയ്യിൽ അന്ന് 5 പൈസ എടുക്കാനില്ലായിരുന്നു, അതുകൊണ്ടാണ് നമ്മുടെ അച്ഛന് സർജറി നടത്താതിരുന്നത്. ഏതായാലും ഇപ്പം ഇങ്ങനെയൊക്കെ, ഇതൊക്കെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞപ്പം, അമ്മേ, ഇതൊക്കെ വിശ്വസിച്ചേ പറ്റൂ, കാരണം നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് അനന്തമൂർത്തിയുടെ കൊച്ചുമകൻ ആദർശ. ഈ ആദർശ് എന്ന പേരില്ലേ, അതുപോലെ ഒരുപാട് ആദർശമുള്ള മനുഷ്യനാ എൻ്റെ ആദർശേട്ടനെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മനുഷ്യനാ. ആദർശേട്ടനെ ഞാൻ ഒരുപാട് വെറുത്തൊരു സമയം ഉണ്ടായിരുന്നു, ആദർശേട്ടനെ എന്നെ ഒരുപാട് വെറുത്തൊരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇപ്പം ഞങ്ങളെ ഒന്നിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ആദർശേട്ടന്റെ നല്ല മനസ്സാ, നല്ല ഹൃദയമാ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ കനകദുർഗ പറഞ്ഞു, ഇങ്ങനെ നല്ല മനസ്സും നല്ല ഹൃദയമൊക്കെയാ ആദർശിന്, പക്ഷെ ആദർശിന്റെ അമ്മയുടെ കാര്യവും ഞാൻ ചിന്തിക്കുന്നത്. ഇനി മോളാണ് കരൾ കൊടുത്തതെന്ന് അറിഞ്ഞ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവും. അങ്ങനെ നമ്മൾ പറയാൻ പോകുന്നില്ലല്ലോ, ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. അതെന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയുടെ സമനില തന്നെ തെറ്റാൻ ചാൻസ് ഉണ്ട്. എന്താ മോളെ ഇങ്ങനെ, നിന്റെ അമ്മായിയമ്മയുടെ സ്വഭാവം എന്തുകൊണ്ട് മാറുന്നില്ല? ബാക്കി എല്ലാവരുടെയും സ്വഭാവം മാറി. നമ്മുടെ നവ്യമോള് ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല അവളുടെ സ്വഭാവത്തിന് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാവുമെന്ന്. പക്ഷെ അവള് പോലും സത്യം എന്തെന്നും നേരെന്തെന്നും നെറി എന്തെന്നും തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് പോലും നിന്റെ അമ്മായിയമ്മയ്ക്ക് ഒരു മാറ്റം ഉണ്ടാവുമേ. എൻ്റെ ആദർശേട്ടൻ മല ചവിട്ടിയിട്ട് തിരിച്ചു വരട്ടെ. എൻ്റെ അമ്മായിയമ്മ എന്നെ മകളെ പോലെ സ്നേഹിക്കും, ആ ഒരു സ്നേഹം എനിക്ക് വേണ്ടുവോളം കിട്ടും. ദൈവം അത്രയ്ക്ക് നന്ദി കെട്ടവനാണോ അമ്മേ? ദൈവം ഒരിക്കലും നന്ദി കെട്ടവനല്ല. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, എനിക്ക് നന്മയുണ്ടെങ്കിൽ, എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ സത്യം ഉണ്ടെങ്കിൽ എല്ലാം നമ്മൾ വിചാരിക്കുന്ന പോലെ
നടക്കും അമ്മേ. അമ്മ ഏതായാലും സമാധാനമായിട്ടിരിക്കുക. അച്ഛൻ സത്യങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ, അത് തന്നെ വലിയ കാര്യം. അല്ല മോളെ, ഇതിങ്ങനെ മൂടി വെക്കേണ്ട കാര്യമല്ലല്ലോ. മോളെ അങ്ങോട്ടേക്ക് കൊണ്ടു ചെല്ലുമ്പം ഏതായാലും അച്ഛൻ ഈ സത്യമൊക്കെ അറിയില്ലേ? അപ്പോഴല്ലേ അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാം. പക്ഷെ ഇപ്പൊ അച്ഛൻ ഇത് അറിഞ്ഞു കഴിഞ്ഞാലേ അച്ഛൻ അവിടെ തന്നെ ഉള്ളൂ, താങ്ങാൻ പറ്റിയെന്ന് വരില്ല എന്നൊക്കെ പറയാണ്. ഇതേ സമയം വീണ്ടും നമ്മുടെ ഗോവിന്ദനെയും അതുപോലെ തന്നെ നമ്മുടെ നന്ദുവിനെ ആട്ടോ കാണിക്കുന്നത്. പെട്ടെന്ന് ഞാൻ നന്ദാവൻ എന്ന് പറയാൻ വന്നു. ഇപ്പൊ നന്ദാവനത്തിലല്ലല്ലോ താമസിക്കുന്നത്, ഇപ്പൊ അവര് പുതിയ വീട്ടിലാണല്ലോ. അപ്പൊ അതുകൊണ്ടാണല്ലോ പെട്ടെന്ന് ഒരു തപ്പല് വന്നത്. അപ്പം നമ്മുടെ ഗോവിന്ദൻ വീട്ടിൽ ചെന്ന ഉടനെ തന്നെ നന്ദു ചോദിച്ചു, അച്ഛൻ എന്താ ഇത്ര താമസിച്ചത്? അത് പിന്നെ ഞാന് നയനമോളെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ ഒന്ന് കയറി. എന്നിട്ട് നയനയിടത്തേനും കണ്ടോ? അല്ല, നയനയിടത്തിനല്ല, നയനേച്ചിനെ കണ്ടോ? ഇല്ല, അവളെ കാണാൻ പറ്റിയില്ല. അവൾ അവിടെ ഒന്നും ഇല്ല. അവളെ കാണണമെന്ന് വലിയ ആഗ്രഹത്തോടു കൂടിയാ ഞാൻ അങ്ങോട്ടേക്ക് പോയത്. അച്ഛൻ ഇപ്പൊ എന്തിനാ ഹോസ്പിറ്റലിലേക്കൊക്കെ പോയത്? അങ്ങനെ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അത് പിന്നെ നയനേച്ചി ഹോസ്പിറ്റലിൽ ഇല്ലാത്തതേ വേറൊന്നും കൊണ്ടും അല്ലായിരിക്കും. നയനേച്ചി ഹോസ്പിറ്റലിൽ ഇല്ലാത്തത് ഒരുപാട് ജോലി ഉണ്ടല്ലോ അനന്തപുരി തറവാട്ടില്. ഇപ്പൊ ഹോസ്പിറ്റലിൽ ഭക്ഷണം കൊണ്ടുവരണം, അതുപോലെ തന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പൊ അതുകൊണ്ടായിരിക്കും. അതുകൊണ്ടൊക്കെ ആയിരിക്കാം. എങ്കിലും എനിക്കെന്തോ മോളെ കാണാഞ്ഞിട്ട് ഭയങ്കര സങ്കടം. ഞാനൊന്ന് അനന്തപുരി പോയാലോ എന്നാ ഒന്ന് ചിന്തിക്കുന്നത്. അയ്യോ, അത് വേണ്ടച്ചാ. എന്തിനാ അനന്തപുരി പോകുന്നത്? അതിന്റെ കാര്യമൊന്നുമില്ല. ഒന്നാമത് അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാത്തിന്റെ മുഖം കണ്ടുവരും. എന്തെങ്കിലും വായിരിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ അച്ഛന്റെ സമാധാനവും പോകും. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, അച്ഛൻ അങ്ങോട്ട് പോകരുത്. ഇല്ല, ഞാൻ പോകുന്നില്ല. എങ്കിലും നവ്യമോളുടെ കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു പരിഭ്രമം, പേടിയാ മോളെ. കാരണം വേറൊന്നുമല്ല, ആ വിഷം കൊടുത്തത് നവ്യമോൾക്കായിരുന്നു എന്നൊക്കെയാ പ്ലാൻ ചെയ്തത്, നവ്യമോൾക്ക് കൊടുക്കാനായിരുന്നു എന്നൊക്കെയാ എല്ലാവരും പറയുന്നത്. അത് മാറിയാണ് അത്രേ ദേവയാനി അത് കുടിച്ചത്. എൻ്റെ മോളുടെ ജീവിതം അവിടെ സുരക്ഷിതത്വം നിറഞ്ഞതാണോ എന്ന് എനിക്കൊരു സംശയം. ഇനിയിപ്പോ നയനമോളും കൂടെ അവിടെ ഇല്ലാതെ വരുമ്പോഴേ എൻ്റെ മോക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്നൊക്കെ എൻ്റെ ഉള്ളിൽ ചെറിയ പേടി തോന്നുക. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നവ്യേച്ചിയുടെ മുമ്പിൽ ആരുടെ ഒരടവും ഏക്കാൻ പോകുന്നില്ല. നവ്യേച്ചിയുടെ സ്വഭാവം അച്ഛൻ അറിയത്തില്ലേ? അതുകൊണ്ട് അച്ഛൻ സമാധാനമായിട്ടിരിക്കുക. ഞാൻ ഏതായാലും ഹോസ്പിറ്റലിൽ വരുമെന്ന് പോയിട്ട് വരുവാ. അച്ഛൻ ഇവിടെ ഇരുന്ന് ടെൻഷൻ അടിക്കുകയൊന്നും ചെയ്തേക്കരുതെന്ന് പറഞ്ഞപ്പം ഇല്ല മോളെ, ഞാൻ എന്ത് ടെൻഷൻ അടിക്കാനാ? ടെൻഷൻ ആവശ്യത്തിലേറെ ഉണ്ട്. പിന്നെ ഈ ടെൻഷൻ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറിയല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊന്നും മോള് കാര്യമാക്കണ്ട, മോള് പൊക്കോന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ നന്ദു ഏതായാലും ഹോസ്പിറ്റലിലേക്ക് ചെല്ലാണ്. അപ്പൊ കനകദുർഗയും നമ്മുടെ നയനിയും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പൊ ഇതിനിടയിൽ വേറൊരു സംഭവം നടന്നു കേട്ടോ. നമ്മുടെ ഗോവിന്ദൻ പറഞ്ഞായിരുന്നു ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ് റൂമിലേക്ക് കൊണ്ടുവന്നെന്ന് ദേവയാനീനെ. അപ്പൊ ഒരിക്കലും ദേവയാനീനെ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ് റൂമിലേക്കല്ല, വെന്റിലേറ്ററിലേക്കോ അല്ലെങ്കിൽ പിന്നെ ICUലേക്കൊക്കെയാണ് മാറ്റേണ്ടത്. പക്ഷെ റൂമിലേക്ക് കൊണ്ടുവന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗോവിന്ദൻ അവരങ്ങനെ പറഞ്ഞു വിശ്വസിപ്പിച്ചിരിക്കുകയാണല്ലോ. നയനേനെ കൊണ്ട് ഇപ്പൊ മുഖം മൂടി വെച്ചതാണ്, നയനയല്ല ദേവയാനിയാന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ അതറിയില്ലല്ലോ. പക്ഷെ നമ്മുടെ ഗോവിന്ദൻ ഇത് ചെന്ന് നന്ദുവിനോട് പറഞ്ഞപ്പോ നന്ദു ഞെട്ടിപ്പോയി. ദേവയാനീനെ ഓപ്പറേഷൻ കഴിഞ്ഞ് പുറത്തേക്ക് കൊണ്ടുവന്നോ എന്ന് ഓർത്തിങ്ങനെ ഞെട്ടിപ്പോയി. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ പ്രത്യേകിച്ച് നമ്മുടെ നന്ദു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നത്. അപ്പൊ നയനയും കനകദുർഗയും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഓടി ചെല്ലുകയാണ് നമ്മുടെ നന്ദു ചെന്നിട്ട്, അമ്മേ, ഇവിടുത്തെ അമ്മയുടെ ഓപ്പറേഷൻ കഴിഞ്ഞോ എന്നിങ്ങനെ ചോദിച്ചു, ആദർശേട്ടന്റെ അമ്മയുടെ. അപ്പം കനകദുർഗ പറഞ്ഞു, ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു, പക്ഷെ പുറത്തിറക്കിയിട്ടില്ല. അല്ല, അച്ഛൻ പറഞ്ഞു പുറത്തിറക്കി, അച്ഛൻ കണ്ടു എന്നൊക്കെ. അത് വേറെ ആരെയല്ല മോളെ, നയനയാ കണ്ടത്. അവളെ ഞാൻ മുഖം മറച്ച അങ്ങോട്ടേക്ക് കൊണ്ടുപോയത്. അപ്പൊ ഇത് ആരാണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ ദേവയാനി ചേച്ചിയാന്നാ പറഞ്ഞത്. ഇല്ലെങ്കിൽ അത് വലിയ പ്രശ്നമാവില്ലേ, അതുകൊണ്ടാ മോളെ ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞു. എന്തായാലും ഞാൻ പേടിച്ചു പോയി ഒരു നിമിഷം. അല്ല, അച്ഛൻ വീട്ടിൽ വന്നിട്ട് എന്തു പറഞ്ഞു? അച്ഛൻ പറഞ്ഞു നയനയെടുത്തി നയനേച്ചി അനന്തപുരിയിലാ ഉള്ളതെന്ന്. അങ്ങനെ തന്നെ ഇരുന്നാ മതി. അല്ല, നയനേച്ചിയോട് ഞാനൊരു കാര്യം പറയട്ടെ. നയനേച്ചിയുടെ അമ്മായിയമ്മയുടെ ഈ സ്വഭാവം ഇങ്ങനെയാണെങ്കിലുണ്ടല്ലോ, നയനേച്ചിയുടെ ജീവിതം വീണ്ടും ആപത്തിലേക്കാ ചെല്ലുന്നത്. ഇത്രയും നല്ല മനസ്സുള്ള എന്റെ ചേച്ചിയെ വീണ്ടും ആ തള്ളിക്കളയുകയാണെങ്കിൽ എന്തിനാ വെറുതെ ആ വീട്ടിൽ നിൽക്കുന്നത്? എന്തിനാ വെറുതെ വീണ്ടും നയനേച്ചി ആ സ്ത്രീയെ സ്നേഹിക്കുന്നത്? ഇപ്പോഴും ആ സ്ത്രീ നയനേച്ചിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. കരള് കൊടുത്തത് നയനേച്ചിയാന്ന് പറയണം. നയനേച്ചി അങ്ങനെ പറഞ്ഞാൽ മാത്രമേ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യാസം ഉണ്ടാകത്തുള്ളൂ എന്ന് പറഞ്ഞപ്പം, ഒരിക്കലും അതൊന്നും പറയാൻ പാടില്ല. ചിലപ്പം അത് പറയുമ്പം എന്നെ സ്നേഹിക്കുമായിരിക്കുമെന്ന് ഓർത്ത് എനിക്ക് പറയാം. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് എന്റെ ആദർശേട്ടന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് ശരിയാവില്ല നന്ദു എന്നിങ്ങനെ നമ്മുടെ നയന പറയുകയാണേ. അത് കഴിഞ്ഞ് പിന്നെ നയന പറയുന്നുണ്ട്, നമ്മുടെ മനസ്സിലൊക്കെ നന്മയുള്ളത് കൊണ്ട് തന്നെ എന്തെങ്കിലും ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല അമ്മേ എന്നൊക്കെ വീണ്ടും ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അനന്തപുരിയാണ്. അപ്പൊ അനന്തപുരിയില് വസുന്ധരയും ജലജയും ജാനകിയും കൂടെ സംസാരിക്കുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. അപ്പം നമ്മുടെ വസുന്ധര പറയുകയാണ്, ഇതുവരെ മുത്തച്ഛൻ ഒരു കോഫി പോലും നിങ്ങൾക്ക് ഇട്ടുകൊടുക്കാനുള്ള സമയമില്ലല്ലോ. നയനമോൾ ഉണ്ടായിരുന്നപ്പോ കറക്റ്റ് സമയത്ത് ഇവിടെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നതാ. ഇപ്പം
കണ്ടില്ലേ നയനമോളില്ലാത്തതിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾ രണ്ടും നന്നായിട്ട് മനസ്സിലാക്കുന്നില്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ജാനകി പറഞ്ഞു, ഞങ്ങൾ രണ്ടും മനസ്സിലാക്കുന്നില്ല. ഞാനൊരു കാര്യം പറയാം, അടുക്കള കിടന്ന് ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, അതെനിക്കറിയാം. വേറെ ആൾക്കാര് അപ്പൊ ജല ചോദിച്ചു, അതെന്താടി നീ അതെന്താ എന്നെ അങ്ങനെ പറഞ്ഞത്? അപ്പൊ ഞാൻ അടുക്കള കയറുന്നില്ലെന്നാണോ പറഞ്ഞത്? അപ്പൊ വസുന്ധര പറഞ്ഞു, നീ അടുക്കള കയറില്ലെന്ന് അവള് ജാനകി പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ, എനിക്കറിയാലോ നീ അടുക്കള കയറില്ലെന്ന്. ഞാൻ അടുക്കള കയറില്ല എന്നൊന്നും അമ്മ അങ്ങനെ എന്നെ തള്ളിക്കളയൊന്നും വേണ്ട. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അവൾ എന്തിനാ ഈ ഐസുവിന്റെ വാതയ്ക്ക് പോയിരിക്കുന്നത്? ഒരാൾ അവിടെ പോയിരുന്നാ പോരെ? അപ്പൊ ജാനകി പറഞ്ഞു, അവൾ എന്തിനാ ഇരിക്കുന്നത് ജലജെ? അവൾക്ക് ഇവിടുത്തെ ജോലി ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് അവിടെ പോയ ചുമ്മാ ഇരുന്നാ മതിയല്ലോ. അതുകൊണ്ട് ഹോസ്പിറ്റലിലും അവളുടെ വീട്ടിലും ഒക്കെ ആയിട്ട് അവളൊക്കെ കഴിഞ്ഞു കൂടുന്നത്. പിന്നെ അവിടെ അവള് മാത്രമല്ലല്ലോ ഇരിക്കുന്നത്, അവിടെ വേറെ രണ്ടുപേരും കൂടെ ഉണ്ട്, അവളുടെ അനിയത്തിയും അവളുടെ അമ്മയും. അപ്പോഴത്തേക്കും ജലജ പറഞ്ഞു, അവരുടെ രണ്ടുപേരുടെ ഉദ്ദേശം എന്താണെന്നേ എനിക്കറിയാം, അവരുടെ രണ്ടുപേരുടെ ഉദ്ദേശം വേറൊന്നുമല്ല, എങ്ങനെയെങ്കിലും. അപ്പോഴത്തേക്കും വസുന്ധര പറഞ്ഞു, നീ മതി, നീ നിർത്ത, നീ കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട, അവരൊന്നും അങ്ങനെ ചിന്തിക്കുന്നവരല്ല. അപ്പൊ ജാനകി പറഞ്ഞു, അവരങ്ങനെ ചിന്തിക്കുന്നവരല്ലെന്ന് അമ്മയോട് ആരാ പറഞ്ഞത്? എന്റെ ഏടത്തി എപ്പോഴാണ് ഉയിര് കളഞ്ഞ് മേളിലേക്ക് പോകുന്നതെന്ന് നോക്കിയാ അവരവിടെ ഇരിക്കുന്നത്. അവർക്ക് അതിനുള്ള ആകാംക്ഷ, അതുകൊണ്ടാ രാവെന്നോ പകലെന്നോ ഇല്ലാതെ അവിടെ പോയി കുത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ സമയവും കളഞ്ഞ് ജോലിയൊക്കെ കളഞ്ഞിട്ട് അവിടെ ചെന്ന് ഇരിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല, ഇത് അതിനു വേണ്ടി തന്നെയാന്ന് പറയുമ്പോ വസുന്ധര, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, അവരുടെ മനസ്സിൽ അങ്ങനെയൊന്നുമില്ല, ഇനിയിപ്പൊ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ ആദർശ് വരുന്നത്. അങ്ങനെ ആദർശും അനിയും കൂടെ ഇറങ്ങി വന്ന ഉടനെ തന്നെ വസുന്ധര ചോദിച്ചു, അല്ല ഹോസ്പിറ്റലിലെ കാര്യം എന്തായി മോനെ? അത് പിന്നെ ഓപ്പറേഷൻ സക്സസ് ആയിട്ട് തന്നെ നടന്നു, പ്രശ്നമൊന്നും ഇല്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. സത്യമാണോ മോനി പറയുന്നത്? അതോ ഞങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണോ? എന്തിനാ ഞാൻ മുത്തശ്ശനെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പറയുന്നത്? മുത്തശ്ശൻ ഹോസ്പിറ്റലിൽ വിളിച്ചു ചോദിച്ചാൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കൂലേ, പിന്നെ ഞാൻ നുണ എന്തിനാ ഇവിടെ പറയുന്നത്? ഏതായാലും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ വസുന്ധര പറഞ്ഞത്, എങ്കിൽ പിന്നെ ഇനിയിപ്പം 41 ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി പറ്റുമെന്ന് തോന്നുന്നില്ല, മകരവിളക്കിന്റെ അന്ന് പോയാൽ മതി. അപ്പോഴത്തേക്കും ആദർശം പറഞ്ഞു, അതെ ഞാനും അങ്ങനെ തന്നെയാ തീരുമാനിച്ചിരിക്കുന്നത്, ഇനിയിപ്പം മകരവിളക്കൊക്കെ ആയിട്ട് പോയാൽ മതിയല്ലോ. അപ്പോഴത്തേക്കും ജാനകി പറഞ്ഞു, എന്ത് പോകാൻ, എങ്ങനെ പോകാന്? സമാധാനം തരാത്ത ഭാര്യമാരുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാ മലയ്ക്ക് പോയിട്ട് വല്ല കാര്യമുണ്ടോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അനി പറഞ്ഞു, ആരെക്കുറിച്ചാ അമ്മ ഈ സംസാരിക്കുന്നത്? നയനേടത്തിനെ കുറിച്ചാണോ? നയനേടത്തെ കുറിച്ച് ഒരക്ഷരം അമ്മ മിണ്ടിപ്പോകരുത്. ജീവൻ കളഞ്ഞു മറ്റുള്ളവരെ സഹായിക്കുന്ന മനസ്സുള്ള ഒരു ആളാ എന്റെ നയനേടത്തി. എന്നിട്ട് നയനേടത്തിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യം അമ്മയ്ക്കുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ജലജ പറഞ്ഞു, ഓഹോ, ഭർത്താവിന് പൊള്ളിയില്ല, അനിയനാണല്ലോ ഏടത്തിനെ കുറിച്ച് പറഞ്ഞപ്പോ അങ്ങോട്ട് പൊള്ളി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആദർശ് പറഞ്ഞു, ഭർത്താവിന് പൊള്ളിയില്ലെന്ന് ആരാ അപ്പച്ചി പറഞ്ഞത്? എന്റെ ഭാര്യയെ കുറിച്ച് പറയുമ്പോഴേ എനിക്ക് കുറച്ച് പൊള്ളും, അവളെ കുറിച്ച് ആർക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല, അവളുടെ മനസ്സ് എന്താണെന്ന് ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല, ഇനിയിപ്പം മനസ്സിലാക്കാനും പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോ വസുന്ധരയും പറഞ്ഞു, അല്ലെങ്കിലും മോനെ ഇവൾമാർക്കൊന്നും ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, നയനമോളുടെ നല്ല മനസ്സ് എത്ര പറഞ്ഞാലും ഇവർക്ക് മനസ്സിലാവില്ല. ഒരാൾ സ്നേഹിച്ചോണ്ടിരുന്ന നയനമോളെ, അവളെന്തിനാണോ ഇപ്പൊ നയനമോളെ വെറുക്കുന്നതും അവക്ക് തന്നെ അറിഞ്ഞൂടാ. എന്നിട്ട് ഓരോന്ന് കാര്യങ്ങളൊക്കെ കേട്ട് കിടന്ന് പ്രസംഗിച്ച് നടക്കാനല്ലാതെ ഒന്നിനും ഒരു വെളിവുമില്ല, ഒരു വെള്ളിയാഴ്ചയില്ല. ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ദൈവ ശിക്ഷ നൽകുമെന്ന് ആ ഒരു ചിന്ത പോലും ഇല്ലാതെയാ ഓരോരുത്തർ ഇവിടെ ഓരോന്ന് പ്രവർത്തിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് വസുന്ധര ഇങ്ങനെ ചൂടാവുകയാണ്. ഈ സീൻ കഴിഞ്ഞിട്ട് അടുത്ത സീൻ കാണിക്കുന്നത് നമ്മുടെ അനി വെളിയിൽ പോയി ഇങ്ങനെ ടെൻഷനൊക്കെ അടിച്ച് നിൽക്കുമ്പോഴത്തേക്കും ജാനകി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. ജാനകി അങ്ങോട്ടേക്ക് ചെന്നിട്ട് പറയാ, നിന്റെ ഉദ്ദേശം എന്താടാ? ഇവിടുന്ന് ഒരു പെങ്കൊച്ച് ഇറങ്ങിപ്പോയിട്ട് നീ അവളെ വിളിക്കാൻ പോകാതെ ഹോസ്പിറ്റലിൽ നീ ചുറ്റിക്കറങ്ങി നടക്കുകയാണല്ലോ. അത് പിന്നെ അവളെ വിളിക്കാൻ പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ, അവൾ ഇവിടുന്ന് തന്നെ ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ അവൾ തന്നെ ഇങ്ങോട്ടേക്ക് കയറി വരും. ഓ പിന്നെ അതുകൊണ്ടൊന്നുമല്ല, നിന്റെ മനസ്സിൽ വേറെ എന്താണ്ടൊക്കെയാ. വേറെ എന്തുണ്ടെന്നാ അമ്മ ഈ പറയുന്നത്? പിന്നെ വല്യമ്മേനെ എനിക്ക് പ്രാധാന്യമായിട്ടും എനിക്ക് ഉൾക്കൊള്ളിച്ചേ പറ്റൂ, കാരണം വല്യമ്മയുടെ അവസ്ഥ അതാണ്. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനും ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ ചെയ്യാനും അത് ഇപ്പം എന്നോട് ആരും പറഞ്ഞു പഠിപ്പിക്കുകയൊന്നും ചെയ്യണ്ട, അത് സ്വയമേ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാ. എന്റെ വല്യമ്മയോട് എനിക്ക് സ്നേഹമുണ്ട്. എനിക്ക് ഇതിൽ കൂടുതലൊന്നും പറയാനില്ലെന്ന് പറഞ്ഞപ്പോ, നിന്റെ വല്യമ്മയോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല, നീ അവിടെ പോകുന്നത് അവളെ കാണാൻ വേണ്ടിയല്ലേ, അവളെ ആ മൊട്ടച്ചിനെ കാണാൻ വേണ്ടി. വെറുതെ താഴ്ന്ന രീതിയിലുള്ള സംസാരങ്ങൾ ഇങ്ങനെ സംസാരിക്കരുത് എന്നോട്. എന്തിനാ വെറുതെ ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുന്നത്? അമ്മയുടെ നിലവാരം തന്നെയാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ നിലവാരം നശിക്കൂടാ? അല്ല, നീ നിന്റെ പെണ്ണുപിള്ളേരെ എന്താ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാത്തത്? സാധാരണ വിവാഹം കഴിഞ്ഞ ഉടനെ എല്ലാവരും ഭാര്യമാരുമായിട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കാനാണ് നോക്കുന്നത്. ആദ്യം 5-6 മാസങ്ങളിൽ അവർ തമ്മിൽ ഭയങ്കര സ്നേഹവുമായിരിക്കും. അതുപോലെ എനിക്ക് അവളോട് സ്നേഹം കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ സ്നേഹം കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണല്ലോ അവള്. എനിക്ക് അവളെ സ്നേഹിക്കാൻ പറ്റില്ല. എന്താ ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റുണ്ടോ? നീ പറഞ്ഞതിലേ തെറ്റുള്ളൂ. എന്തിനാടാ വെറുതെ ആ നയനയുടെ കൂടെ നീ ഇങ്ങനെ ഓരോന്ന് ചെയ്ത് നടക്കുന്നത്? അവള് നിന്റെ ജീവിതം നശിപ്പിക്കാനാ നോക്കുന്നത്. അവളുടെ ഒറ്റ ഉദ്ദേശം ഇങ്ങോട്ടേക്ക് അവളെ കൊണ്ടുവരാനാ, അവളുടെ അനിയത്തിനെ. അത് ഈ ജന്മത്തിൽ നടക്കാൻ പോകുന്നില്ല.
ദേ അവരങ്ങനെ ഒന്നും ചിന്തിച്ചിട്ട് കൂടിയില്ല. അങ്ങനെ ഇങ്ങോട്ടേക്ക് നന്ദുവിനെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നയനേടത്തിക്ക് അത് മുമ്പേ ആകായിരുന്നു. നയനേടത്തി അത് മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. നയനേടത്തിക്ക് അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ താല്പര്യമില്ല. കാരണം ഇവിടെ വന്ന് രണ്ടു മരുമക്കൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇനി മൂന്നാമത് അവളുടെ അനിയത്തിനെയും കൂടെ വന്ന് നിങ്ങളെല്ലാം കൊല്ലാക്കൊല ചെയ്യില്ലേ? പിന്നെ എങ്ങനെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടുന്നത്? അതിന്റെ തീരാ നഷ്ടം എനിക്കാ, അല്ലാതെ അമ്മയ്ക്കല്ലല്ലോ. എന്ത് തീരാ നഷ്ടമാണ് നിനക്കുള്ളത്? അല്ല, അനാമിക മോൾക്ക് എന്താണ് കുഴപ്പമിരിക്കുന്നത്? അവക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അവക്ക് കുഴപ്പം തന്നെയാ. അവളൊരു കുഴപ്പം പിടിച്ചവളാ, വട്ട് പിടിച്ചവളാ. ദേ അനാമിക മോളെ കുറിച്ച് വല്ലതും പറഞ്ഞാൽ എന്താ പ്രശ്നം ഇരിക്കുന്നത്? അവളെന്റെ മരുമോളല്ല, അവളെ ഞാൻ മകളുടെ സ്ഥാനത്താ കാണുന്നത്. അമ്മ അവളുടെ മകളുടെ സ്ഥാനത്ത് കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ സ്ഥാനത്ത് കണ്ടോണ്ടിരുന്നോ. പക്ഷെ എനിക്ക് എന്റെ ഭാര്യയുടെ സ്ഥാനത്ത് കാണാൻ പറ്റില്ല. എനിക്ക് അത്രേ പറയാനുള്ളൂ. പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ എന്നോട് സംസാരിക്കണ്ട. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയവള് തന്നെ ഇങ്ങോട്ടേക്ക് കയറി വന്നോട്ടെ, അല്ലാതെ ഞാൻ വിളിച്ചോണ്ട് ഈ വീട്ടിലേക്ക് അവള് കയറി വരില്ല എന്നും പറഞ്ഞ് അനി അങ്ങോട്ട് പോയിട്ടോ. ദേഷ്യം വന്നിട്ട് ജാനകി ഇങ്ങനെ നിൽക്കുക. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് ജലജനെ ജാനകിനെയാണ്. അങ്ങനെ ജാനകി ജലജോട് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്ന് സംസാരിക്കുകയാണ് കേട്ടോ. അവന്റെ മനസ്സ് എന്റെ മകന്റെ മനസ്സ് മാറ്റിക്കളഞ്ഞു, കൈവേഷം എന്തോ കൊടുത്തിട്ടുണ്ട് ജലജ നമുക്ക് ക്ഷേത്രത്തിൽ വരെ ഒന്ന് പോകണം, എനിക്ക് പ്രാർത്ഥിക്കണം. അവന്റെ മനസ്സിലെ കൈവേഷം ചെന്നിട്ടുണ്ട്, എന്തോ കൈവേഷം. അവളായിരിക്കും, അവള് മറ്റവള് നയന കൊടുത്തിട്ടുണ്ടായിരിക്കുക. വേറൊന്നിനുമല്ല, മനസ്സ് മാറ്റിയിട്ട് നന്ദുവിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള ഉദ്ദേശം അവളുടെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് ആദർശ് അതിലെ വരിക. അപ്പൊ ആദർശ് വന്ന ഉടനെ തന്നെ ജലജ ചോദിച്ചു, എടാ നിന്റെ ഭാര്യ എന്തിയടാ? നിന്റെ ഭാര്യ ഇവിടെ ഇല്ലല്ലോ, നിന്റെ ഭാര്യ ഹോസ്പിറ്റലിലും ഇല്ല. പിന്നെ നിന്റെ ഭാര്യ എവിടെ പോയതാ? അത് അവളുടെ വീട്ടിൽ പോയി. അവളുടെ വീട്ടിലേക്ക് അവൾ എന്തിനാ പോയത്? ഓ, അവള് സുഖവാസത്തിന് പോയതായിരിക്കൂലേ. അവൾ എന്ത് വാസത്തിന് പോയാലും അപ്പച്ചിക്ക് എന്താ പ്രശ്നം ഇരിക്കുന്നത്? അതെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ അവൾക്ക് ആരും സമാധാനം കൊടുക്കില്ല. എന്റെ അമ്മേനെ കൊല്ലാൻ നോക്കിയത് അവളാണെന്ന് പറഞ്ഞ് ഓരോരുത്തർ അവളുടെ തലയിൽ കയറിക്കൊണ്ടിരിക്കും. പിന്നെ എന്തിനാ അവൾ ഇവിടെ നിർത്തുന്നത്? അവൾ അവളുടെ വീട്ടിൽ പൊക്കോട്ടെ. അങ്ങനെ വീട്ടിൽ വിടുവാണെങ്കിൽ എന്നേക്കുമായിട്ട് അങ്ങ് വിട്ടുകൂടെ? ദേ എന്റെ ഭാര്യനെ എന്നേക്കുമായിട്ട് വിടണമെന്നോ എന്റെ കൂടെ നിർത്തണമെന്നോ നിങ്ങൾ പറഞ്ഞു തരേണ്ട കാര്യമില്ല. എന്റെ ഭാര്യനെ ഞാൻ ഏറെ സ്നേഹിക്കുന്നുണ്ട്. അവള് ഇപ്പൊ എന്റെ അഭിമാനമാ. ഓ, അഭിമാനോ? എന്താ ആദർശം നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിന്റെ അമ്മേനെ നീ സ്നേഹിക്കുന്നില്ലെന്നല്ലേ ഇതിന്റെ അർത്ഥം? എടാ, നിന്റെ അമ്മേനെ സ്നേഹിച്ച, അമ്മ പറയുന്നത് എല്ലാം അനുസരിച്ച് ജീവിച്ച നീ ഇപ്പൊ ഇങ്ങനെ മാറുന്നുണ്ടെങ്കിലേ അത് അവളുടെ കുഴപ്പം തന്നെയാടാ. ആദ്യം അമ്മയെ സ്നേഹിക്കാൻ പഠിക്കണം, അത് കഴിഞ്ഞിട്ട് ഭാര്യനെ സ്നേഹിക്കണം. ഭാര്യനെ സ്നേഹിക്കണോ അമ്മയെ സ്നേഹിക്കണോ എന്ന് ആരും എന്നെ പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ല. അത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇപ്പൊ ഞാൻ എന്റെ നയനയെ എല്ലാരെക്കാൾ കൂടുതൽ ഏറെ സ്നേഹിക്കുന്നുണ്ട്. അത് തടയാൻ ഇനി ആർക്കും കഴിയത്തുമില്ല എന്നും പറഞ്ഞ് ദേഷ്യം വന്നിട്ട് അങ്ങ് ആദർശ് പോവാണ് കേട്ടോ. ഇതൊക്കെ ഇട്ടിട്ട് അന്തം വിട്ട് കുന്തം പോലെ നിൽക്കുകയാണ് നമ്മുടെ ജാനകിയും ജലജയും കൂടി ചേർന്ന്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നയനയാണ്. അപ്പൊ നയന ഇങ്ങനെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കിടക്കുന്നത് തന്നെയാട്ടോ കാണിക്കുന്നത്. അപ്പൊ ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷവുമായിട്ട്. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.